എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2019 രജിസ്ട്രേഷനിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. മാനുവൽ ട്രാൻസ്മിഷനിലാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഓൾ ഒറിജിനൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് വണ്ടിയുടെ വ്യൂവിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ, അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻജിന് കാര്യങ്ങളൊക്കെ പക്കയാണെന്ന്. എൻജിന് കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂന്ന് തന്നെ തുടങ്ങാം. ഗ്ലാസ് കാര്യങ്ങളൊക്കെ കോഡ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സിലും കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും ഈ സൈഡിലേക്ക് വരുന്നില്ല. ഈ സൈഡിലേക്ക് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഡോർ നോക്കുന്ന സമയത്ത് നമുക്ക് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡോർ പാഡിലേക്ക് നോക്കുന്ന സമയത്താണ് ഈ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ റബ്ബർ ഭാഗത്തേക്ക് അയക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. എന്ന സമയത്തും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പേസ്റ്റിങ് പഞ്ചിങ് അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്തും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ മോൾ വശം മാത്രമല്ല താഴത്തെ വശം നമുക്ക് അതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി 8 സീറ്ററിലാണ് വണ്ടി വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഡിക്കിയുടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഗ്രീസാണ് ഇരിക്കുന്നത്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡിക്കി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് 2.4 വീലാണ് വണ്ടി വരുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2019, അതായത് 2019 വരുന്ന 8 സീറ്റർ വണ്ടിയാണ്. അതായത് ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വെൽ നീറ്റായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറിൻ്റെ, അതായത് നമ്മൾ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ റീപെയിൻറ്റോ റീടച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കയാണ്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി അതായത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കോഡുണ്ട്. അത് ടൊയോട്ട എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നോർമൽ കണ്ടീഷനിൽ വണ്ടി യൂസ് ചെയ്തേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഗ്ലാസ് അതേപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അതുപോലെ നമ്മൾ റബ്ബർ അയച്ച് കാണിച്ചില്ല. ഇതേപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്തും അതേപോലെ തന്നെയാണ്. ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി നമ്മൾ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു 99% വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. അല്ലാതെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോണറ്റ് ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഗ്ലാസ്, അതായത് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബോണറ്റും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എൻജിൻ റൂം ആക്കിയ സമയത്ത് നമുക്ക് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൊയോട്ടയുടെ നമ്മൾ കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയറിൽ അവർ എക്സ്ട്രാ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല സോഫ്റ്റിലേക്ക് നല്ല കംഫർട്ടായിട്ട്, അതായത് നമ്മൾ വണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി നല്ല കംഫർട്ടിലിരിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതും വണ്ടി വരുന്നത് 8 സീറ്ററാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് വരുന്നത്. 8 സീറ്റർ, അതായത് 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ബാക്കിലായിക്കോട്ടെ ഫ്രണ്ട് സൈഡ് ആയിക്കോട്ടെ അതേ തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് വാഹനം ഇരിക്കുന്നത്. പിന്നെ കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ 96,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് റിഡ്ജിസ്റ്റോണിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഒരു 85-90% ടയേഴ്സ് ഉണ്ട്. 4 ഒരേ കമ്പനിയുടെ, അതായത്
ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് നിലവിലില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ 2019 രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണറാണ്. 96,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 13,80,000 രൂപ മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ കയറി ഒരു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആൾക്കാർ. അതായത് നിങ്ങൾക്ക് ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ കയറി ജോയിൻ ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വാഹനങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.